അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. പരിശുദ്ധ റമദാനിൻ്റെ അവധി കഴിഞ്ഞ് മദ്രസകളെല്ലാം തുറന്നു. അല്ലാഹു തആല നാഫിയായ ഇൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈയൊരു വീഡിയോയിലൂടെ നാം വിശകലനം ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം എന്ന വിഷയത്തിൻ്റെ ആദ്യ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അദ്ദർസുൽ അവ്വൽ, യാ ഹയ്യു യാ ഖയ്യൂം. ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഇന്നത്തെ കാലത്ത് നിരീശ്വരവാദികളായ ആളുകൾ അല്ലാഹു തആല ഇല്ല, സൃഷ്ടാവ് ഇല്ല, ഈ ലോകം സ്വമേധയാ ഉണ്ടായതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു പാഠത്തിലൂടെ നാം പഠിക്കുന്നത്. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും നിരീശ്വരവാദിയായ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി ചോദിച്ചു. ഇല്ല. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇമാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ഇല്ല, നിരീശ്വരവാദി പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദി ഇളിഭ്യനായി. നമുക്ക് റൂഹുണ്ട്, പക്ഷേ കാണാനും കേൾക്കാനും തൊടാനും കഴിയുന്നില്ല. റൂഹ് പോകുമ്പോൾ നാം മരിക്കുന്നു. കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത്. വിവേകത്തോടെയുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ടെന്നതിനുള്ള തെളിവാണ്. ചലനം റൂഹുണ്ടെന്നറിയിക്കുന്നു. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായതായി കാണാൻ കഴിയുമോ? ഇല്ല. കാരണം ഒരു പുൽച്ചെടിയോ മണൽത്തരിയോ പോലും ഇതുവരെ സ്വയം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം സൃഷ്ടാവില്ലാതെ ഉണ്ടാവുമോ? ഇല്ല. ഇവയെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ അല്ലാഹു തആലയാണ്. ഉസ്താദ് പറഞ്ഞു നിർത്തി. അത് പറഞ്ഞത് ആരാണ്? ഹാമിദ് ചോദിച്ചു. 1,24,000 പ്രവാചകന്മാർ. അവർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ്. നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. അവിടുന്ന് അൽ അമീനാണെന്ന് മുശ്രിക്കുകളടക്കം സമ്മതിച്ചതാണ്. നിരവധി അത്ഭുതങ്ങൾ അവരിൽ നിന്ന് പ്രകടമായി. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, മഴയ്ക്കു വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. പെരുമഴ വർഷിക്കാൻ തുടങ്ങി. 6 ദിവസം സൂര്യനെ പോലും കണ്ടില്ല. അടുത്ത ദിവസം ഒരാൾ വന്നു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞു. ഇപ്രകാരം വ്യക്തവും വ്യത്യസ്തവുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. ഈമാനിന് നിരവധി ശാഖകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അഫ്ളലുൽ ഈമാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ വർക്ക് നഖ്റഉ വ നഫ്ഹമു. നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. ഹലക നശിച്ചു, സുബുൽ വഴികൾ, മുഅ്മിൻ സത്യവിശ്വാസി, ഗാലക്സി നക്ഷത്ര സമൂഹം, മുശ്രിക് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, ശുഅബ ശാഖ, ലിബ്യൻ വിട്ടി, ഗൈസ് മഴ, വിവേകം തിരിച്ചറിവ്, ദൃഷ്ടാന്തം തെളിവ്. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് നോക്കാം. നക്തുബുൽ മുനാദറ. സംഭാഷണം എഴുതാം. അൽ ഇമാമുൽ അഅ്ദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം പഠിച്ചതാണ്. നമുക്ക് എഴുതാം. നിരീശ്വരവാദി: നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: ഇല്ല. നിരീശ്വരവാദി: കേട്ടിട്ടുണ്ടോ? ഇമാം: ഇല്ല. നിരീശ്വരവാദി: തൊട്ടിട്ടുണ്ടോ? ഇമാം: ഇല്ല. നിരീശ്വരവാദി: കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇമാം: നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം: കേട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം: തൊട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം: നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദി എളിഭ്യനായി. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. നമുക്ക് ഉത്തരമെഴുതാം. 1. നമുക്ക് റൂഹുണ്ട്. നാം അതിനെ മനസ്സിലാക്കുന്നതെങ്ങനെ? ഉത്തരം: ചലനങ്ങളിലൂടെ നാം റൂഹുണ്ടെന്നറിയുന്നു. 2. കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. 3 എണ്ണം എഴുതുക. ഉത്തരം: മലക്ക്, ജിന്ന്, റൂഹ്. 3. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം: അല്ലാഹു തആല. 4. അല്ലാഹു തആല ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഉത്തരം: ഈ ലോകം അതിനൊരു സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. 5. ഈമാൻ എന്നാൽ എന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. 6. മുഅ്മിൻ ആരാണ്? ഉത്തരം: ഈമാൻ കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. 7. ഈമാനിൻ്റെ ശാഖകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുബയ്യനു സിയാഖ്. സന്ദർഭം വിവരിക്കാം. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും ഇത് ആരോട് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? ഉത്തരം: മഴ കാരണം സമ്പത്ത് നശിക്കുകയും വഴികളെല്ലാം അടയുകയും ചെയ്തപ്പോൾ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം. 5.
തഖ്സീസ്. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. 2 പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ കൂടാതെ 5 എഴുതുക. ഉത്തരം: 1 ശുദ്ധി, 2 ക്ഷമ, 3 5 നേരത്തെ നിസ്കാരം, 4 സലാം പറയൽ, 5 മറ്റുള്ളവർക്ക് പരസഹായം ചെയ്യൽ. ഇതോടുകൂടെ ഈ പാഠത്തിലെ വർക്കുകളെല്ലാം നാം ചെയ്തു കഴിഞ്ഞു. ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ: ഇന്നുവരെ ഒരു പുൽച്ചെടിയോ ഒരു മണൽത്തരിയോ പോലും സ്വയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. അത് അല്ലാഹു തആലയാണ്. ഇത് നമ്മെ പഠിപ്പിച്ചത് ഒരിക്കൽ പോലും തമാശക്ക് പോലും ഒരു കളവ് പോലും പറയാത്ത, ശത്രുക്കൾ പോലും അൽ അമീൻ, സത്യസന്ധൻ എന്ന് പേര് വിളിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.